നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി ദേശീയപാത ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ നീട്ടണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. പാതയുടെ അലൈൻമെന്റ് ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ നീട്ടുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. ഭാവിയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നും എം.പി. പറഞ്ഞു. നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി ദേശീയപാത ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ നീട്ടണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. പാതയുടെ പ്രാഥമിക സർവേ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ അലൈൻമെന്റ് ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ നീട്ടുന്നത് സംസ്ഥാനത്തിന്റെയും തമിഴ്നാടിന്റെയും തീരദേശ മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന നീക്കമായിരിക്കുമെന്നും എം.പി. പറഞ്ഞു. ഇരു സംസ്ഥാനങ്ങൾക്കും അടിസ്ഥാന സൗകര്യപരമായ നേട്ടങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. ഇക്കാര്യം മന്ത്രിക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. കായംകുളം ഹാർബറിന്റെ ഭാവി വിപുലീകരണത്തിലൂടെ ഉണ്ടാകുന്ന വ്യാപാര കണക്ടിവിറ്റി അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് നിർദ്ദിഷ്ട ദേശീയപാത പുനഃക്രമീകരിക്കേണ്ടത് നിർണായകമാണ്. കായംകുളം ഹാർബറിൽ മിനി കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുന്നതും തീരദേശ ഹൈവേയുടെ നിർമ്മാണവും പൂർത്തിയാകുന്നതോടെ തൂത്തുക്കുടി, തിരുനെൽവേലി, മധുര, രാജപാളയം, തെങ്കാശി എന്നിവിടങ്ങളിലേക്ക് തടസ്സമില്ലാതെ ചരക്ക് ഗതാഗതം സാധ്യമാകും. ഈ കണക്ടിവിറ്റി കൊച്ചി, വിഴിഞ്ഞം, തൂത്തുക്കുടി തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് ഗതാഗതം സുഗമമാക്കുകയും ചെയ്യും. കായംകുളത്തെ ഒരു പ്രധാന വ്യാപാര ഇടനാഴിയായി ഇതോടെ മാറ്റാനും കഴിയുമെന്നും കത്തിൽ സൂചിപ്പിച്ചതായി എം.പി. പറഞ്ഞു. വലിയഴീക്കൽ, അഴീക്കൽ തീരപ്രദേശങ്ങൾ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി ഇതിനോടകം മാറി തുടങ്ങിയിട്ടുണ്ട്. കൂട്ടംവാതുക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ സുനാമി ബാധിത മേഖലയായ മണിവേലി കടവിൽ നിന്നും തറയിൽ കടവിലേക്ക് കായലിന് കുറുകെ മറ്റൊരു പാലത്തിനും സാധ്യതയുണ്ടായിട്ടുണ്ട്. ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ ദേശീയപാത അലൈൻമെന്റ് നീട്ടുന്നത് ടൂറിസത്തിനും പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഉത്തേജനം നൽകുമെന്നും എം.പി. പറഞ്ഞു. വ്യാപാര, ഗതാഗത, വിനോദസഞ്ചാര മേഖലകളിലെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് കായംകുളം തൂത്തുക്കുടി ദേശീയപാതയുടെ അലൈൻമെന്റ് ആറാട്ടുപുഴ പെരുമ്പള്ളി വരെ നീട്ടുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന തന്റെ നിർദ്ദേശം അടിയന്തരമായി പരിഗണിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.